നാളെ നിങ്ങളും ഇതുപോലൊരു മാസ്ക് അണിയേണ്ടി വന്നേക്കാം. 2025 അല്ലേ, ഒരുപാട് പരീക്ഷകളുടെ ചാകര തന്നെയാണെന്ന് പറയാം. നിങ്ങൾ ഇതിനോടകം എല്ലാ പരീക്ഷകളുടെയും നോട്ടിഫിക്കേഷൻ കണ്ട് അത് അപ്ലൈ ചെയ്തിട്ടുണ്ടാകാം. എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ പരീക്ഷ അപ്ലൈ ചെയ്തത് മുതൽ ജോലി ലഭിക്കുന്നത് വരെയുള്ള ആ ടൈം ഗ്യാപ്പ്, ആ സമയത്തെ പറ്റി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആ ഒരു ടൈമിനെ പറ്റി നിങ്ങൾ മനസ്സിൽ ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സത്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് തെളിഞ്ഞു വരും. അതായത് നിങ്ങൾ മടിയുള്ളവരാണെങ്കിലും, നിങ്ങൾ ആത്മാർത്ഥതയുള്ളവരാണെങ്കിലും, അറിഞ്ഞു പണിയെടുക്കുന്നവരാണെങ്കിലും, ഇടയ്ക്ക് വെച്ച് ഡീമോട്ടിവേറ്റഡ് ആകുന്നവരാണെങ്കിലും എല്ലാം ഈ സമയം എന്ന് പറയുന്നതിനെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുകയും മുമ്പോട്ട് ഇനി എന്ത് എന്നുള്ളതിനെ പറ്റി ഒരു വ്യക്തത അല്ലെങ്കിൽ ഒരു വെളിച്ചം ലഭിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം 2025 പരീക്ഷ നോട്ടിഫിക്കേഷൻ വിളിക്കുന്നു, അപ്ലൈ ചെയ്യുന്നു. നിങ്ങൾ ഇന്നു മുതൽ ഇതുവരെയുള്ളതെല്ലാം മറന്ന് ഇതിനു മുമ്പുള്ള പരാജയങ്ങളെല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആത്മാർത്ഥമായിട്ട് പഠിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി പഠിക്കാൻ വേണ്ടി തുടങ്ങുന്നു. മുമ്പോട്ട് പഠിച്ച് പോകുന്നു. ചിലർ കുറച്ചെത്തുമ്പോൾ വീഴുന്നു, അല്ലെങ്കിൽ തളരുന്നു, ഉഴപ്പുന്നു, പിന്നോട്ട് വലിയുന്നു. പല കാരണങ്ങളും പല എക്സ്ക്യൂസുകളും പറഞ്ഞുകൊണ്ട് പഠനത്തിൻ്റെ സമയം അങ്ങനെയാക്കാം ഇങ്ങനെയാക്കാം എന്ന് പറഞ്ഞ് പിന്നോട്ട് പറയുന്നു. ചിലർ അതേ തീവ്രതയിൽ മുമ്പോട്ട് പോകുന്നു, അവർ ലക്ഷ്യം കാണുന്നു. ഇതാണ് ചുരുക്കി പറഞ്ഞാലുള്ളത്. ഇതിലാരാണ് നിങ്ങൾ? അല്ലെങ്കിൽ ഞാൻ സ്വയം ആരാണ് ഇപ്പോൾ എന്നും ആരാകണമെന്നും ഒന്ന് ചിന്തിച്ചു നോക്കുക. അതിനുവേണ്ടിയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, നിങ്ങൾ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ദിവസം മുതൽ ജോലി കിട്ടുന്നത് വരെയുള്ള ആ ഒരു സമയത്തെ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത്. നിങ്ങൾ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തു, അതിനുശേഷം പഠിക്കാൻ തുടങ്ങുന്നു, കൺഫർമേഷൻ വരുന്നു, എക്സാം ടൈം വരെ വരുന്നു. ഈ സമയത്ത് നടത്തുന്ന ഒരു പോരാട്ടമുണ്ട് അല്ലേ? കാരണം എന്താ പറയുക, നമ്മളുടെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമ്മൾ ഏറ്റവും അങ്ങേയറ്റം പലതരം ഫ്രസ്ട്രേഷനിലൂടെ കടന്നു പോയിട്ടും നമ്മൾ ആ പഠനത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു സമയം, എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾക്ക് പോലും നമ്മൾ ആ പ്രയോറിറ്റി ലിസ്റ്റിൽ അവസാനം ഇടം നൽകി ഏറ്റവും മുൻപിലേക്ക് നമ്മൾ ചിന്തിക്കുന്നത് പഠനവും നമ്മളുടെ ജോലിയെ പറ്റിയും ആയിരിക്കും. ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അതത്ര സുഖകരമായ എളുപ്പമായ ഒരു സമയമല്ല. പലരും പറയും, എന്താ പറയുക, വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഒന്ന് പഠിച്ചാൽ, അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മത്സര പരീക്ഷകൾ, എസ്പെഷ്യലി PSC പോലെയുള്ളത്, കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുമെന്ന്. എന്നാൽ ആത്മാർത്ഥമായി ഇതിനു വേണ്ടി തുനിഞ്ഞിറങ്ങുന്ന ഒരു ഉദ്യോഗാർത്ഥിയോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, ലക്ക് എന്നത് മാത്രമല്ല ഇവിടുത്തെ ഒരു ഫാക്ടർ. അല്ലെങ്കിൽ നമ്മൾ ലോട്ടറി എടുത്ത് അത് അടിക്കാൻ കാത്തിരിക്കുന്ന ഒരു പരിപാടി അല്ല ഇതെന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സറിഞ്ഞ് കൃത്യമായിട്ട് പഠിക്കുന്ന ആ സമയം എന്ന് പറയുന്നത് നിങ്ങൾ നൽകുന്നൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് അവസാനം, ആ ലിസ്റ്റിട്ട് അവസാനം നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്ന അഡ്വൈസ്, അവിടെയാണ് നിങ്ങൾ അത്രയും നാൾ നിങ്ങളുടെ ജീവനും ജീവിതവും നൽകിക്കൊണ്ട് പഠിച്ചതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുക. വെറുതെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. നിങ്ങൾ കുറേ ടോപ്പിക്കുകൾ പഠിക്കുന്നു, കൃത്യമായിട്ട് റിവിഷൻ കൊടുക്കുന്നു, കുറേ ക്ലാസ്സുകൾ കാണുന്നു, ഇതെല്ലാം ചെയ്യുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് 2 തരം ആൾക്കാരാണ് വരിക. ചിലർ ഇത് ഇങ്ങനെ പഠിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് എപ്പോൾ റിസൾട്ട് കിട്ടും, എൻ്റെ പഠനം എന്തായിരിക്കുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഭാവിയാണ്. നമ്മൾ അതിലൂടെ എന്താ പറയുക, ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഫ്രസ്ട്രേഷൻസ്, പ്രോബ്ലങ്ങൾ, ലൈഫ് എന്ന് പറയുന്നത് നമുക്കൊരു അൺസർട്ടൺ ആയിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ പലപ്പോഴും പഠിക്കാനുള്ളൊരു മോട്ടിവേഷൻ നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ ആളുകളെല്ലാം എപ്പോഴും ഒരു മോട്ടിവേഷന് വേണ്ടി തിരക്കി ഇറങ്ങുന്നത്. ഇവിടെ നിങ്ങൾ പഠിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇടയ്ക്ക് വെച്ചിട്ട് പല കാരണങ്ങൾ കൊണ്ടും പിന്നോട്ട് വലിയുന്ന ഒരു വിഭാഗം ആൾക്കാർ. ഈ 2 ആളുകളെ നമുക്ക് ഈ 2 കൈത്തട്ടിലെടുക്കാം. ഓക്കെ, ആദ്യം ഈ വലത്തെ കയ്യിൽ ഞാൻ എടുക്കുന്നത് കൃത്യമായി കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുന്ന വിഭാഗത്തെയാണ്. ഇവിടെ ഞാൻ എടുക്കുന്നത് കൃത്യമായിട്ട് പഠിക്കണമെന്ന ആഗ്രഹമുള്ളവരും എന്നാൽ ഇടയ്ക്ക് വെച്ച് പല കാരണങ്ങൾ പറഞ്ഞ് പിന്നോട്ട് പോകുന്നവരും. ഈ 2 ആളുകൾക്കും, ഇവർക്ക് 2 പേർക്കും ഒരുപോലെയുള്ളതൊന്നു മാത്രമാണ്, തീവ്രമായിട്ടുള്ള പ്രതീക്ഷ, സ്വപ്നം. യെസ്, എനിക്ക് ആ ജോലി വേണമെന്നുള്ള ആഗ്രഹം, അതൊരു മോഹമായി മാറി അതിനുവേണ്ടി പണിയെടുക്കുന്ന ആൾക്കാർ ഇവിടെയാണുള്ളത്. അത് പല എക്സ്ക്യൂസുകൾക്കും വേണ്ടി പണയം വെക്കുന്ന ആളുകൾ, അത് ഇവിടെയാണുള്ളത്. ഈ 2 ആളുകളുടെയും ജീവിതം ഈ കാലയളവിൽ രണ്ട് എൻറ്റിറ്റിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ആദ്യത്തെ ആളുകൾ, അവർ ആ ഓരോ ചുവടും വെക്കുമ്പോഴും അവരുടെ ലക്ഷ്യത്തിലേക്ക് അടുക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ആരോടും പറയാതെ അവർ
കീപ്പ് ചെയ്യുന്ന, അവർ സൂക്ഷിക്കുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. യെസ്, ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നു, ഞാൻ കൃത്യമായുള്ള വഴിയിലെ തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന കഷ്ടപ്പാടുകളെല്ലാം എനിക്ക് നാളെ ഒരു ദിവസം അതെനിക്ക് സന്തോഷിക്കാനുള്ള കാരണങ്ങളാകുമെന്ന ശുഭപ്രതീക്ഷയിൽ മുമ്പോട്ട് പോകുന്ന വിഭാഗം. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് വേണ്ടത് ഒരു പുഷ്, ഒരു ഹീലിംഗ് ടച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഇവർ നല്ല രീതിയിൽ മുമ്പോട്ട് പോകും, കൺസിസ്റ്റൻ്റ് ആയിട്ട് അവരുടെ ലക്ഷ്യം നേടും. എന്നാൽ ഈ രണ്ടാമത്തെ വിഭാഗത്തെ സംബന്ധിച്ച് അവർ ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്നവരാണ്. അതായത് കൺസിസ്റ്റൻസി ഇല്ലാതെ ഇടയ്ക്ക് എവിടെ നിന്നെങ്കിലും ഒരു മോട്ടിവേഷൻ കിട്ടുമ്പോൾ പെട്ടെന്ന് കുറച്ച് ദിവസത്തേക്ക് പഠിക്കും, പിന്നെയും താഴും, പിന്നെയും പഠിക്കും, പിന്നെയും താഴും. ഇടയ്ക്ക് നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും കുറച്ച് അവഗണനകളൊക്കെ ലഭിക്കുമ്പോൾ പിന്നെയും മുമ്പോട്ട് കയറി വരും, പിന്നെയും പിന്നോട്ടായും. അങ്ങനെ പോകുന്നവർ. എന്നാൽ ഈ വിഭാഗം എന്ന് പറഞ്ഞാൽ അവരുടെ ഇമോഷൻസിനും അപ്പുറം അവരുടെ ലക്ഷ്യങ്ങളെ, അവരുടെ ടാർഗറ്റിനെ, അവരുടെ സ്വപ്നത്തിനെ വില നൽകുന്നവരാണ്. അത് എളുപ്പമുള്ളൊരു കാര്യമേ അല്ല. കാരണം അത്രമേൽ വിൽ പവർ ഉള്ളൊരു മനുഷ്യനാണ് അത് നേടാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ 2025 ആ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്ത് നിങ്ങൾ 2026 അത് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നു. അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് പരീക്ഷ വരുന്നു. പരീക്ഷ അടുക്കാറാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഒരുപാട് വിചാരങ്ങളുണ്ട്. അയ്യോ, ഞാൻ ആ സമയത്തെ വേണ്ട വിധം വിനിയോഗിച്ചോ, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞോ, അപ്പോൾ ഇനി എന്താണ് മാരത്തോൺ ക്ലാസ്സുകളും ഈ പറയുന്ന ക്രാഷ് കോഴ്സുകളും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്കായി തപ്പിയിറങ്ങുന്നു. നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് അതെടുക്കുന്നു, ഇതെടുക്കുന്നു, ആ നോട്ട്, ഈ നോട്ട്, അങ്ങനെ പല സ്ഥലങ്ങളിൽ അലയുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? എവിടെന്ന് എനിക്ക് പെട്ടെന്ന് കിട്ടും എന്നുള്ളത്. അങ്ങനെ പെട്ടെന്ന് കിട്ടുന്നൊരു സാധനമാണോ അത്? അല്ല. കാരണം ഇവിടെ ഒരു വിഭാഗമുണ്ട്, തുടക്കം മുതൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പണിയെടുത്ത് വരുന്ന ഒരാൾക്കാരുണ്ട്. അവരെ നിങ്ങൾ ഏകദേശം 2 ദിവസം കൊണ്ട്, അതായത് 2 കൊല്ലം കൊണ്ട് പണി തീർത്ത ഒരു വലിയ ബിൽഡിങ് 2 ദിവസം കൊണ്ട് പണിയെടുക്കാൻ അല്ലെങ്കിൽ തീർക്കാൻ പറ്റുമെന്ന് പറയുന്ന ഒരു പ്രസ്താവന പോലെ ഇരിക്കും അത്. അപ്പം അങ്ങനെ നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് ഒരു പകുതി, അതായത് കുറേ പഠിച്ചു, കുറേ പഠിച്ചില്ല, എന്തൊക്കെയോ ഉള്ളിലുണ്ട് എന്നുള്ള ഒരു ചിന്താഗതിയോടെ പരീക്ഷാ ഹാളിലേക്ക് ചെല്ലുന്നു. എന്നാൽ ഈ വിഭാഗം എന്താണ്? കൃത്യമായിട്ടും അവർക്ക് വേണ്ട കാര്യം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അതിനു വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളോടും കൂടെ സമാധാനത്തോടുകൂടി പരീക്ഷാ ഹാളിലേക്ക് ചെല്ലുന്നു. ആദ്യത്തെ വികാരം എന്ന് പറയുന്നത്, ആ പരീക്ഷാ ഹാളിൽ ഹാൾ ടിക്കറ്റ് നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ ഡെസ്കിൻ്റെ മുകളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന കുറേ തോട്ടുകളുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിലേക്ക് ലഭിക്കുമ്പോൾ അതിൻ്റെ ആ സീല് പൊട്ടിച്ച് ആദ്യ 2 പേപ്പറുകൾ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും, കുറച്ചുകൂടി എനിക്ക് പഠിക്കാമായിരുന്നു. അങ്ങനെ വിചാരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ യെസ്, ഞാൻ റിവൈസ് ചെയ്ത, ഞാൻ പഠിച്ച ടോപ്പിക്കുകൾ വന്നിരിക്കുന്നു, അപ്പോൾ എനിക്ക് മനോഹരമായിട്ട് എഴുതാൻ കഴിയും എന്ന സമാധാനത്തോടെ ആ ചോദ്യപേപ്പറിൻ്റെ ഓരോ ചോദ്യങ്ങളും കാണുന്ന ആൾക്കാർ. ഈ 2 ആളുകളും ആ ഒരേ OMRൽ കൃത്യമായിട്ട് ഉത്തരങ്ങൾ രേഖപ്പെടുത്തുന്നു. ഈ 2 ആളുകളും പരീക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നു. ആരായിരിക്കും സംതൃപ്തർ? നിങ്ങളോട് തന്നെ ചോദിക്കുക. ചിലർ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ലാതെ നിൽക്കും, അവർ ഒരു വിഭാഗം. ചിലർ കിട്ടില്ല എന്ന പൂർണ്ണ ബോധ്യത്തോടെ പുറത്തേക്ക് വരും. ചിലർ ഞാൻ പഠിച്ചത് ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് എഴുതാൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യത്തോടെ ആ എക്സാം ഹാൾ വിട്ട് പുറത്തു വരും. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിലാരാകണം നിങ്ങൾ? ഒന്നെങ്കിൽ നിങ്ങൾക്ക് എങ്ങോട്ട് പോകാം, കൃത്യമായി പഠിച്ചുകൊണ്ട് നിങ്ങൾ ഇത് ക്രാക്ക് ചെയ്യുമെന്ന 100% വിശ്വാസത്തോടെ ആ എക്സാം ഹാളിൽ നിന്ന് പുറത്തേക്ക് വരാം. ഇനി രണ്ടാമത്, കിട്ടുമോ ഇല്ലയോ എന്ന പേടിയോടുകൂടി, അല്ലെങ്കിൽ ഒരു ഉറപ്പില്ലാതെ, അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന ഉറപ്പില്ലാതെ ആ എക്സാം ഹാൾ വിട്ട് പുറത്തേക്ക് വരാം. കിട്ടില്ല, ഇത്തവണയും നേടില്ല എന്ന പൂർണ്ണ വിശ്വാസത്തോടെ നിസ്സംഗതയിൽ പുറത്തേക്ക് വരാം. ഇതിലേത് രീതിയിൽ പുറത്തേക്ക് വരണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇനി അത് കഴിഞ്ഞ് പുറത്തേക്ക് വന്നു, നിങ്ങൾ ആരോടും പറഞ്ഞില്ല, കിട്ടുമോ ഇല്ലയോ എന്നൊന്നും ആരോടും പറയുന്നില്ല. ആ സമയം മുതൽ അങ്ങോട്ട് പിന്നെ പരീക്ഷാ റിസൾട്ടിനായുള്ള കാത്തിരിപ്പാണ്. ഈ കാത്തിരിപ്പിനിടയിൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഒരുപാട് ഫ്രസ്ട്രേഷൻസ് ഉണ്ട്. ജോലി കളഞ്ഞ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ല, ജോലി കളഞ്ഞ് ഇതിലിരുന്നു, അത് എനിക്ക് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ള തോട്ട്. ഇനി മറ്റൊന്ന്, ഇത്രയും നാളായി മറ്റൊരു സ്ഥിര വരുമാനവും ഇല്ലാതെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു, എന്നിട്ടും എനിക്ക് ഇത്തവണയും പ്രോപ്പറായിട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല. ഇനി ചിലർ, ഞാൻ ഇത്രയധികം പഠിച്ചിട്ടും ഇത്രയധികം പെർഫോം ചെയ്തിട്ടും എനിക്കൊരു പ്രതീക്ഷ വരുന്നില്ല, അതായത് ഞാൻ കട്ട് ഓഫ് കിടക്കുമോ ഇല്ലയോ എന്നുള്ള പ്രതീക്ഷ വരുന്നില്ല. ഇങ്ങനെ പല തോട്ടുകളിലൂടെ നിങ്ങൾ വീണ്ടും മുമ്പോട്ട് ജീവിക്കും. ആ കാലയളവിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അലയൊലികൾ നിങ്ങൾ കേൾക്കും. എന്ത്? 1, ജോലിയെ പറ്റി. 2, ബാക്കിയുള്ളവർക്ക് ജോലിയായി, നിങ്ങൾക്ക് ജോലിയായില്ലേ എന്നുള്ള ചോദ്യങ്ങൾ. അത് വീട്ടുകാർ, നാട്ടുകാർ, അതായത് എല്ലാവരും കണ്ടീഷൻഡ് ലവിന് പുറകെയാണടാ. കണ്ടീഷൻഡ് ലവ്. എന്താണ് കണ്ടീഷൻഡ് ലവ്? നിങ്ങളൊന്ന് കാര്യം ചിന്തിച്ചാൽ മതി. നിങ്ങളെ ഇപ്പോൾ ആളുകൾ കാണുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾക്ക് നാളെ ജോലി കിട്ടിക്കഴിയുമ്പോൾ.
കാരണം നിങ്ങൾക്ക് കിട്ടുന്ന സ്നേഹത്തിൻ്റെ അളവ്, നിങ്ങളെ ഓർത്തുള്ള അഭിമാനത്തിൻ്റെ അളവ് എല്ലാം മാറും. അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേച്ചി, നാട്ടുകാർ മുതൽ നിങ്ങളെ നോക്കുന്നതും പറയുന്നതും ഇപ്പോഴെങ്ങനെയാണോ അത് നാളെ മാറും. അത് നിങ്ങൾക്ക് ജോലി കിട്ടുമ്പോൾ വലിയ രീതിയിൽ മാറും. ജോലി കിട്ടിയില്ലെങ്കിൽ എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു അവൻ അങ്ങനെ ആവുള്ളൂ എന്നുള്ളത് പറഞ്ഞിട്ട് വീണ്ടും വരും. ഈ ഒരു കണ്ടീഷൻഡ് എൻവയോൺമെൻറ്റിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. കാരണം ഇവിടെ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ അറിയാതെ നൽകുന്ന ഒരു കനമുണ്ട്. ആ കനം നമ്മുടെ പല പ്രതീക്ഷകളെയും ചതച്ചരയ്ക്കുന്നതാണ്. അങ്ങനെ ഒരു ദിവസം റാങ്ക് ലിസ്റ്റ് വരുന്നു. റാങ്ക് ലിസ്റ്റ് ഏറെ പ്രതീക്ഷയോടെ എടുത്തു നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ ജോലി ലഭിക്കുന്ന ഒരു നിലവാരത്തിലുള്ള റാങ്കിൽ കാണാം, ചിലപ്പോൾ അതിൻ്റെ താഴെ കാണാം, ചിലപ്പോൾ ആ റാങ്ക് ലിസ്റ്റിൽ എവിടെയും കണ്ടെന്നും വരില്ല. അപ്പോൾ നമുക്കുണ്ടാകുന്ന മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് എന്താണ്? ജോലി ഉറപ്പായിട്ടും ലഭിക്കും എന്നുള്ളൊരു റാങ്കിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അഭിമാനമാണ്. എന്താ, ഇനി അഡ്വൈസ് മെമോക്കായി കാത്തിരിക്കാം. ചില ആളുകൾ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി ലഭിക്കുമോ ഇല്ലയോ. കാരണം ചിലപ്പോൾ ആ അവസാന ലെയറിലൊക്കെ ഉള്ളവർ കൃത്യമായിട്ട് അറിയാം, ഞാൻ റാങ്ക് ലിസ്റ്റിൽ വന്നു, പക്ഷേ ജോലി ലഭിക്കുന്ന ഒരു റാങ്ക് ലിസ്റ്റിൽ ഞാൻ വന്നിട്ടില്ല. അല്പം കൂടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിരുന്നെങ്കിൽ ഞാൻ ആ നിലവാരത്തിൽ എത്തിയേനെ. ചില റാങ്ക് ലിസ്റ്റിലേ ഉണ്ടാവില്ല. അവരെ സംബന്ധിച്ച് കട്ട് ഓഫ് കടന്നു, അല്ലെങ്കിൽ പല കാര്യങ്ങളിലും അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്തു, പക്ഷേ ലിസ്റ്റിൽ എൻ്റെ പേരില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പല പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്ന് പറയും, അത് നമ്മുടെ ജീവിതത്തെ ഉടനീളം മാറ്റും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി അഡ്വൈസ് നമ്മളിലേക്ക് വരുന്നൊരു സമയം. ഇപ്പോൾ ആലോചിച്ച് നോക്കുക, ഇത്രയും പ്രോസസ്സ് എത്ര നാളുകൊണ്ടാണ് നടക്കുന്നത്. ആ ഓരോ ദിവസവും നിങ്ങൾ ഉറങ്ങി എണീക്കുമ്പോഴും ഈ പറയുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഇതിൻ്റേതായിട്ടുള്ള ചലഞ്ചസ് എല്ലാം നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പം അത് ജീവിതത്തിൻ്റെ മറ്റൊരു ഫേസ്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ കയ്യിലേക്ക് ഒരു ദിവസം അഡ്വൈസ് മെമ്മോ വരുന്നു. അങ്ങനെ ആലോചിച്ച് നോക്കുക, 2025 തുടങ്ങിയ യാത്രയാണ്. അത് ഫലം കാണാൻ അത്ര വർഷം, അത്ര ദിവസം, അത്ര മാസം, അത്ര മിനിറ്റ്, അത്ര സെക്കൻഡ് എടുത്തതിന് ശേഷമാണ് നിങ്ങളുടെ കയ്യിൽ അത് വരുന്നത്. നിങ്ങളുടെ ജീവൻ്റെ വിലയുള്ള അഡ്വൈസ് മെമ്മോ. ശരിയാണ്, ഒരു സർക്കാർ ജോലി ജീവിതത്തെ മുഴുവൻ മാറ്റിയെന്ന് വരില്ല, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇനി അങ്ങോട്ടുള്ള നാളുകൾ നിങ്ങൾക്ക് വരുമാനത്തെക്കുറിച്ച് ഓർത്ത് പേടിക്കാതെ ഉറങ്ങാനും ഉണരാനും കഴിയുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു മൊമെൻറ്റ്. കാരണം നിങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് നിങ്ങൾക്കൊരു സ്ഥിര വരുമാനമുണ്ടെന്നുള്ള വിശ്വാസം നൽകാൻ കഴിയുന്ന ഒരു മൊമെൻറ്റ്, അത് വളരെ വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അത് ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റുകളിൽ ഒന്ന് തന്നെയാണ്. അത് നിങ്ങൾക്ക് നേടാൻ കഴിയുമോ ഇല്ലേ? ഇനി രണ്ടാമത്, ഇങ്ങനെ കാത്തിരുന്ന അഡ്വൈസ് ലഭിക്കാതെ പോകുന്ന ഒരു വിഭാഗം ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അവർ പലതരം പ്രക്ഷോഭങ്ങളായിട്ട് അല്ലെങ്കിൽ സമരങ്ങളായിട്ടും പലതരം കാര്യങ്ങളിലൂടെ കടന്നുപോയി ആ പറയുന്ന ഓഫീസും ഈ പറയുന്ന ഓഫീസും എല്ലാം കയറി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാനും അങ്ങനെ ഇങ്ങനെ നടക്കുന്ന ഒരു വിഭാഗം ആളുകൾ. എന്തുകൊണ്ടാണ്? അവരുടെ ജീവിതത്തിൻ്റെ ഗതികേടാണ്. കാരണം അവർ അത്രമേൽ പ്രതീക്ഷിച്ചിരുന്ന കാര്യം അവർക്ക് ലഭിക്കാതെ വരുമ്പോൾ അവർ മുന്നിട്ടിറങ്ങുകയാണ്. ആ ഒരു തീവ്രത അവർ തുടക്കത്തിലേ കാണിച്ചിരുന്നു എങ്കിൽ എവിടെ എത്തിയേനെ? അപ്പം ഇങ്ങനെ ഇനി ലിസ്റ്റിൽ ഒന്നും വരാത്തവരെ സംബന്ധിച്ച് ഇതൊന്നും ബാധകമല്ല. അവർ പിന്നെയും എങ്ങോട്ടോ ദിശ അറിയാതെ സഞ്ചരിക്കുന്ന തോണി പോലെ പോയിക്കൊണ്ടേയിരിക്കും. വീണ്ടും പരീക്ഷകൾ വരും, വീണ്ടും അപ്ലൈ ചെയ്യും, വീണ്ടും എഴുതും, വീണ്ടും പോകും, അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇത് അങ്ങനെ ഒരു ലൂപ്പല്ല. കാരണം ഇത് മനസ്സിലാക്കാതെ പെടുന്നവർ ഈ ലൂപ്പിൻ്റെ അകത്ത് കിടന്നിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇതെല്ലാം നമ്മുടെ വഴിയമ്പലങ്ങളാണ്. നമ്മൾ അവിടെ നിന്ന് ലഭിക്കേണ്ടത്, അവിടെ നിന്ന് ആശ്വാസം, നമുക്ക് ലഭിക്കേണ്ട ആശ്വാസം നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞ് നമ്മൾ ജീവിതത്തിൻ്റെ മറ്റു വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടവരാണ്. അപ്പം അത് മനസ്സിലാക്കുക. അപ്പോൾ 2027, 2028 ആകുമ്പോഴത്തേനും നിങ്ങളൊരു ഓഫീസിലേക്ക് കയറി ചെല്ലുന്നു. നിങ്ങളുടെ സ്ഥിര വരുമാനം നിങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് നിങ്ങൾ ആ ജോലിയുടെ രജിസ്റ്ററിൽ ഒപ്പിടുന്ന ആദ്യ ദിവസം, അന്ന് നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരും നിങ്ങൾക്ക് ചുറ്റും സാക്ഷിയായി നിങ്ങളത് ഒപ്പിടുന്നു. നിങ്ങളുടെ ഒരു ഒപ്പിന് ഏറ്റവും ഇമ്പോർട്ടൻസ് വരുന്ന 2 അവസരങ്ങളാണ് ജീവിതത്തിലുള്ളത്. അതിലൊരു അവസരമാണത്. രണ്ടാമത്തെ അവസരം വിവാഹമാണ്. ഒന്നാമത്തെ അവസരം എന്ന് പറയുന്നത് ആ ജോലി ലഭിച്ചുകൊണ്ട് നിങ്ങളിടുന്ന ആദ്യത്തെ ഒപ്പ് നിങ്ങൾ ഒരിക്കലും മറക്കില്ല. നാളന്നു വരെ, ആ ദിവസം വരെ നിങ്ങൾ അനുഭവിച്ച എല്ലാ കഷ്ടതകളും നിങ്ങൾ ആ ഒപ്പോടുകൂടി അവസാനിപ്പിക്കുകയാണ്. ആ ഒപ്പിടേണ്ടത് നിങ്ങളുടെ മനസ്സിൽ തന്നെയാണ് ആദ്യം. അത് നിങ്ങൾ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ മുമ്പോട്ട് എന്തു വേണമെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ധാരണ കിട്ടും. അപ്പം ഈ ഒരു സംസാരം കൊണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് കൺവേ ചെയ്യാനുള്ളത്, ഇന്ന് നിങ്ങൾ ഏത് സാഹചര്യത്തിലായിരിക്കുന്നോ, എങ്ങനെയായിരിക്കുന്നോ, എന്ത് ചെയ്യുന്നു ഒന്നും അറിയണ്ട.
പക്ഷേ ഈ അവസരങ്ങളുടെ ഫലം കിട്ടുന്ന ആ ഒരു സമയം, ആ സമയം വരെ നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ മുൻപിലേക്ക് ഒരുപാട് ചലഞ്ചുകൾ വരും, ഒരുപാട് അവസരങ്ങൾ വരും, ഒരുപാട് സന്തോഷങ്ങൾ വരും, സങ്കടങ്ങൾ വരും. നിങ്ങൾ ഏത് കാര്യത്തിനാണ് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പണിയെടുക്കാൻ തയ്യാറാകുന്നത്, അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. കാരണം വിശ്വാസത്തോടെ പണിയെടുക്കുന്നവൻ ഒരിക്കലും തോറ്റുപോയ ചരിത്രം ഇല്ല. അതുകൊണ്ട് ഓരോ ദിവസവും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. 2027, 28 നിങ്ങൾക്ക് ജോലി ലഭിക്കുമ്പോൾ നിങ്ങൾ തിരിച്ച് ഈ വീഡിയോയുടെ കീഴിൽ വന്ന് കമൻറ്റ് ചെയ്യണം, അന്ന് ഞാൻ പറഞ്ഞത് ശരിയായിരുന്നു, അന്ന് ഞാൻ പറഞ്ഞത് സത്യമായിരുന്നു, അന്ന് ഞാൻ അത് കേട്ടത് കൊണ്ടാണ് ഇന്ന് എനിക്കിത് സംസാരിക്കാൻ കഴിയുന്നത് എന്ന് നിങ്ങൾ പറയണം. അന്ന് വരെ ഞാൻ ഇവിടെ നിങ്ങൾക്കായി കാത്തിരിക്കും. കാരണം നമ്മളെ പിന്നോട്ട് വലിക്കാൻ 1000 കാരണമുണ്ടാകും, പക്ഷേ മുന്നോട്ട് പോകാൻ ഒരു കാരണം കണ്ടുപിടിക്കുന്നവൻ ആരോ അല്ലെങ്കിൽ അവൾ ആരോ, അവരാണ് ഏറ്റവും മനോഹരമായി ലക്ഷ്യത്തെ നേടിയിട്ടുള്ളത്. അങ്ങനെ ഒരാളാകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.